കോഴിക്കോട് പേരാമ്പ്ര MDMA കേസിൽ താനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് പ്രതിയായ അധ്യാപിക കാവ്യ. താൻ പെട്ടുപോയതാണെന്നും കൂട്ടുപ്രതിയും അധ്യാപികയുമായ കീർത്തനയുടെ മൊഴി നുണയാണെന്നും കാവ്യ പ്രതികരിച്ചു. കീർത്തന പറയുന്നത് നിങ്ങളുടെ പറഞ്ഞ ആൾക്കാണ് പണം നൽകിയതെന്നാണ് ആകാശ് തരത്തിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ആകാശ്, ഇപ്പോൾ പ്രതികൾ തമ്മിൽ രണ്ട് തട്ടിലായി മാറിയിരിക്കുകയാണോ? എന്താണ് ഇത് സംബന്ധിച്ച് മനസ്സിലാകുന്നത്? രുചിശി, തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് MDMA സാമ്പത്തിക ഇടപാട് കേസിൽ അധ്യാപികമാർ പിടിയിലായ സംഭവത്തിൽ അധ്യാപികമാരെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്വേഷണ സംഘം NDPS കോടതിയെ സമീപിച്ചത്. ഇന്നലെ തന്നെ അവർക്ക് കസ്റ്റഡി നൽകാനുള്ള അനുവാദവും നൽകി. എന്നാൽ ഇന്ന് പ്രൊഡക്ഷൻ വാറണ്ട് പ്രകാരം ഇവരെ വടകരയിലെ NDPS കോടതിയിൽ ഹാജരാക്കുമ്പോഴാണ് കൂരാച്ചുണ്ട് സ്വദേശിനിയായ കാവ്യ ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. താനൊരു തെറ്റും ചെയ്തിട്ടില്ല, പെട്ടുപോയതാണ്, കീർത്തന പറയുന്നതൊന്നും വിശ്വസിക്കരുത്, അവൾ നുണ പറയുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കീർത്തനയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പോലീസ് കെട്ടിച്ചമച്ച കേസാണ്, താനൊരു അധ്യാപികയാണ്, കൂടാതെ തന്നെ 2 മക്കളുടെ അമ്മയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കീർത്തനയും പറഞ്ഞിരുന്നു. അതിനുശേഷം പോലീസ് കീർത്തനയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയ സമയത്ത് നിർണായകമായ മൊഴികൾ ലഭിച്ചതായിട്ടാണ് വിവരം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാകും ഒരു പക്ഷേ കീർത്തന കാവ്യക്കെതിരെ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ കീർത്തനയാണ് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. തന്നെ ഇപ്പോൾ കാവ്യ വ്യക്തമാക്കിയിരുന്നത്, കാവ്യ പറയുന്നത് താൻ ഇതിൽ പെട്ടുപോയതാണ്, കീർത്തന പറയുന്നതെല്ലാം നുണയാണ്, അവർ പറയുന്നതെല്ലാം കെട്ടിച്ചമച്ച കാര്യങ്ങളാണെന്നുൾപ്പെടെയുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് നിലവിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ രണ്ട് പേരുണ്ട്, കാവ്യയും കൂടാതെ നീഷ്മയും എന്ന് പറയുന്ന 2 അധ്യാപികമാരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. അതിനിടയിൽ തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം നടത്തിയിരുന്ന CA ആയിരുന്ന ദിനേശനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്, കണ്ണൂർ സർക്കിളിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനും നിലവിൽ ചുമതല ഏറ്റെടുത്തിട്ടുമില്ല. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെ 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റ് കേസിൽ മറ്റ് കണ്ണികളെ, ഇതിൽ വയനാട് സ്വദേശിയായ ഒരു പ്രധാന കണ്ണിയെ കൂടി പിടികൂടാനുണ്ട്, അവരിലേക്ക് കൂടി കേസ് വ്യാപിപ്പിക്കണം, അയാളെ കൂടെ കണ്ടെത്താനുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് ആദ്യം കീർത്തനയെ ഈ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ കാവ്യയെയും നീഷ്മയെയും കസ്റ്റഡിയിൽ വാങ്ങി. ഇവരെ 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം തന്നെ കരുതുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്നലെ തന്നെ ഈ കോടതിയെ സമീപിക്കുകയും ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യപ്പെടുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി 3 അധ്യാപികമാരെയും ഓരോരുത്തരായി ചോദ്യം ചെയ്തു, അതിനുശേഷം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നതാണ് അന്വേഷണ സംഘം കരുതുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു.